11 ലക്ഷത്തിലേറെ ക്രേറ്റകളാണ് ഇന്ത്യൻ നിരത്തിൽ ഹ്യുണ്ടൈ ഇതുവരെ എത്തിച്ചത്. ഇനി ക്രേറ്റയുടെ ഇലക്ട്രിക് മോഡലിന്റെ ഊഴമാണ്. ജനപ്രിയ SUV-യുടെ ഇലക്ട്രിക് രൂപം ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുമോ? ടെസ്റ്റ് ഡ്രൈവ് റിപ്പോർട്ട്. ക്രേറ്റയുടെ പെർഫോമൻസ് മോഡലായ N-ലൈനിന് സമാനമായ രൂപമാണ് EV-ക്ക്. മുന്നിൽ ഫുൾ ലെങ്ത് LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുണ്ട്. പിക്സലേറ്റഡ് ഗ്രാഫിക് തീമുള്ള മുൻ ഗ്രില്ലാണ്. കൂടാതെ മോട്ടോർ തണുപ്പിക്കുന്നതിനും മികച്ച എയറോഡൈനാമിക്സ് നൽകുന്നതിനും ആക്റ്റീവ് എയർ ഫ്ലാപ്പുകളുമുണ്ട്. ഹ്യുണ്ടൈ ലോഗോയ്ക്ക് പിന്നിലാണ് ചാർജിംഗ് പോർട്ട്. 17 ഇഞ്ച് എയ്റോ അലോയ് വീലുകളാണ്. പിൻബമ്പറിലും പിക്സലേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. ഇൻഫോർടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റേഷനുമായി 10.2 ഇഞ്ച് സ്ക്രീനുകളാണുള്ളത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ലെവൽ 2 ADAS, 8 സ്പീക്കർ ബോസ് ഓഡിയോ സിസ്റ്റം എന്നിവയുമുണ്ട്. സ്റ്റിയറിംഗിലും സെൻട്രൽ കൺസോളിലും മാറ്റങ്ങളുണ്ട്. സ്റ്റിയറിംഗ് വീലിന്റെ വലതുഭാഗത്തുള്ള കൺട്രോൾ വഴിയാണ് ഗിയർ മോഡ് സെലക്ട് ചെയ്യുന്നത്. ഡ്രൈവർ അടക്കം 4 യാത്രക്കാർക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുമുണ്ട്. കാറിനുള്ളിലെ സ്ക്രീനിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് നൽകാൻ ഇൻകാർ പേയ്മെന്റ് എന്ന ഫീച്ചറുണ്ട്. സിംഗിൾ പെഡൽ ഡ്രൈവിംഗും വെഹിക്കിൾ ടു ലോഡ് ചാർജിംഗ് സൗകര്യവും വോയിസ് കമാൻഡും ഹ്യുണ്ടൈയുടെ ബ്ലൂ ലിങ്ക് ഇൻകാർ കണക്ടിവിറ്റിയുമാണ് മറ്റ് പ്രധാന ഫീച്ചറുകൾ. കൂടാതെ ബോസ് മോഡ്, വെന്റിലേറ്റഡ് സീറ്റുകൾ, റിക്ലൈനിംഗ് ബാക്ക് സീറ്റ് എന്നിവയുമുണ്ട്. കിലോമീറ്റർ റേഞ്ചുള്ള 42 kWh ബാറ്ററിയും 473 കിലോമീറ്റർ റേഞ്ചുള്ള 51.4 kWh ബാറ്ററിയുമാണ് ക്രേറ്റയിലുള്ളത്. റേഞ്ച് കുറഞ്ഞ മോഡലിൽ 135 HP മോട്ടറും ഉയർന്ന മോഡലിൽ 171 HP മോട്ടറുമുണ്ട്. 100 കിലോമീറ്റർ വേഗത്തിലേക്ക് എത്താൻ 7.9 സെക്കൻഡ് മതി. 11 kW AC ചാർജറിന് 100% ചാർജിലേക്ക് എത്താൻ 4 മണിക്കൂറും DC ചാർജറിന് 58 മിനിറ്റും മതി. ചെന്നൈ മുതൽ പോണ്ടിച്ചേരി വരെയുള്ള ഡ്രൈവിൽ മികച്ച പെർഫോമൻസ് ആണ് ഇലക്ട്രിക് ക്രേറ്റ കാഴ്ചവെച്ചത്. ഉയർന്ന വേഗത്തിൽ മികച്ച സ്റ്റെബിലിറ്റി, വളവുകളിൽ ബോഡി റോൾ കുറവ്, അത്യുഗ്രൻ സസ്പെൻഷൻ എന്നിവ ഇലക്ട്രിക് ക്രേറ്റയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്.